ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പോർഷെ മ്യൂസിയത്തിൻ്റെ കാർ പാർക്കിങ്ങിലാണ്. എല്ലാവർക്കും നമ്മളുടെ ഈ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പം നേരെ ഇതിൻ്റെ മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. ഈ പാർക്കിങ്ങിലൊക്കെ നല്ല കിടിലം പോർഷയുടെ കാറുകളാണ് കിടക്കുന്നത്. ഇതാണ് പാർക്കിംഗ് ഫീ. 1 to 2 hours. 12 p.m. ഓക്കെ. Ticketing shop. -2 നമ്മളങ്ങനെ -2 പാർക്കിങ്ങിന് നേരെ കയറി വരുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പാണ്. പോർഷയുടെ ഷോപ്പും പിന്നെ അതുപോലെ തന്നെ അവരുടെ എൻട്രൻസുമാണ്. പോർഷയുടെ മെയിൻ എൻട്രൻസ് ഏരിയ ആണ്. ഈ ടിക്കറ്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരാൾക്ക് 12 യൂറോ ടിക്കറ്റ് എൻട്രി ഫീ. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുക. ഭയങ്കര ക്രൗഡാണ്. അതിനകത്ത് കോഫി ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഷോപ്പുകളുണ്ട്. എൻജോയ് ചെയ്ത് പോകാം അടിപൊളിയായിട്ട്. 3 മറ്റേ ആ ഗൈഡ് എടുത്ത്, ഇലക്ട്രോണിക് ഗൈഡ്, പല ലാംഗ്വേജിനകത്ത് നമുക്ക് അവർ വിവരണം തരും. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിലോട്ടാണ് പോകേണ്ടത്. ഈ ഇറങ്ങി വരുന്നില്ലേ ആൾക്കാർ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ. ഇതാണ് മ്യൂസിയം കാണാനുള്ള ടിക്കറ്റ്. ഇതെങ്ങനെ വെക്കുന്നത്? ഓ, ഇങ്ങനെ ചെവിയിലോട്ട് വെക്കുവോ? ഇത് വെളിയില്ല. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഈ എസ്കലേറ്റർ കയറിയിട്ട് നേരെ മുകളിലോട്ട് പോവുകയാണ്, ഏറ്റവും ടോപ്പ് ഫ്ലോറിലോട്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കണ്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന് അങ്ങനെ കറങ്ങി വരാമെന്ന് വിചാരിച്ച് നേരെ മേലോട്ട് പോവുകയാണ്. നമ്മളിതിനകത്തോട്ട് കയറി വരുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കാണുക. പോർഷയുടെ ആദ്യ ടൈപ്പ് വണ്ടി. ഇത് 1900 ആ ഒരു ഇയറിലുണ്ടാക്കിയ വണ്ടിയാണിത്. കണ്ട, ഇവിടെ കാണിച്ചിട്ടുണ്ട് 1900 ഇയർ. ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നതുണ്ടോ? ഇലക്ട്രിക് മിക്സഡ് ഡ്രൈവ് ബിൽറ്റ് ഇൻ 1900. വേൾഡ്സ് ഫസ്റ്റ് ഓപ്പറേഷൻ ഫുൾ ഹൈബ്രിഡ് കാർ. 1900 ഒരു ഹൈബ്രിഡ് കാർ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയിരുന്നത് ഈ കാണുന്നതാണ്. -22 മോഡൽ കാറാണ്. സാച്ച കോമ്പാക്ട് കാർ. ഒറിജിനേറ്റഡ് 1922 as a racing version of planned production 4-seater. ഈ വണ്ടി 360 വ്യൂ ഇതിൻ്റെ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു 360 വ്യൂ.
പോർഷയുടെ ഈ വണ്ടി കണ്ടോ? ഇതേതോ റേസിംഗ് കാറാന്ന് തോന്നുന്നു. ഓ കിട്ടില്ല. 1971 മോഡൽ കാറാണ് പോർഷയുടെ. പോർഷെ 91720. അതാണ് ഈ വണ്ടി. ഇതൊക്കെ റേസിംഗ് കാറുകൾ തന്നെ. അതാ കാണുന്നത് അത് റേസിംഗ് കാറാണ്, ഇത് റേസിംഗ് കാറാണ്. ഇതാ അവിടെ കണ്ടോ, ഫോർമുല 1 ഓടിക്കുന്ന വണ്ടി. 1971 പ്രൊഡക്റ്റ് ചെയ്തതാണ് റേസിംഗ് കാർ. മാർട്ടിനി റേസിംഗ് ടീം. ഇത് വന്നിട്ട് 1971 ഈ മോഡലും. അതുപോലെ ഈ മോഡൽ ഇതും റേസിംഗ് കാർ തന്നെ, പോർഷയുടെ. ഇതിൻ്റെ ഇയർ വന്നിട്ട് 1970 ആണ്. പോർഷയുടെ ഈ മോഡലിൻ്റെ ഇയർ ഓഫ് ബിൽറ്റിംഗ് എന്ന് പറയുന്നത് 1969. ഇതൊരു 2 സീറ്റർ കാറാണ്. 3 മോഡൽ കാറാണ് ഈ കാണുന്നത്. ഇത് 2 സീറ്റർ ആണോ 4 സീറ്റർ ആണോ? ഇത് 2 സീറ്റർ അല്ല, 4 സീറ്റർ. ഇത് സിംഗിൾ ഡോർ 4 സീറ്റർ പോർഷെ. ഇത് പോർഷയുടെ 2020 മോഡൽ. ഇത് ഓൾമോസ്റ്റ് ന്യൂ മോഡലാണ്. 2020 ഗ്രീൻ കളർ. ഇത് 4 സീറ്ററാണ്, സിംഗിൾ ഡോർ. അനദർ മോഡൽ. ഇതും കണ്ടിട്ടൊരു വലിയ പഴക്കമില്ലാത്ത മോഡലാണ്. ഇത് 2015 മോഡൽ പോർഷെ. 1967 മോഡൽ പോർഷയുടെ 4 സീറ്റർ. ഇവിടെ പണ്ടത്തെ ഒരു പോലീസ് വണ്ടി. ഇത് വന്നിട്ട് 1964 മോഡലാണ്. പോലീസുകാർ യൂസ് ചെയ്തിരുന്ന പോലീസി. ഇത് വേറൊരു മോഡൽ. ഇത് വന്നിട്ട് 1977 മോഡൽ. പോർഷയ്ക്ക് ട്രാക്ടറുണ്ട്. ഇത് വളരെ പുതിയൊരു മോഡൽ, 2023 മോഡൽ പോർഷെ. ഒരു മോഡല് 1957 പോർഷയുടെ. ഇത് 48 മോഡലാണ്. 4 സീറ്റർ. ഇതും ഒരു മോഡല്. അതും 1948 മോഡല്. എത്ര നൈസായിട്ട് അവരതിനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരു ടൈപ്പ്. ഇതും കൂപ്പേ ടൈപ്പ് തന്നെയാണ്. 1950 മോഡൽ, 50 മോഡലായിരുന്നു. നല്ല പുത്തൻ ടയറും എല്ലാം സെറ്റ് ചെയ്തവർ നല്ല പുത്തൻ വണ്ടി പോലെ വെച്ചിരിക്കുന്നത്. ഇത് മ്യൂസിയത്തിനകത്ത് 1946 പുലിയായി കിടക്കുന്നത്. 12 സിലിണ്ടറാ? 12 മഗ്നീഷ്യം ബോഡി, സിംഗിൾ സീറ്റ് റേസിംഗ് കാറാ.
ഒരു ഡോൾഫിൻ ലുക്കിൽ കാർ. മോഡൽ 1956, 4 സീറ്റർ. ഇതും കാർ. ഇത് പുതിയ വണ്ടിയാണ്. ഇതൊക്കെ മേടിക്കണ കോടികൾ കൊടുക്കണം, കോടികൾ. ഒരു 4 crore 3 crore അങ്ങനെ. 2023 മോഡൽ വണ്ടിയാണ് ഇത്. പോർഷെ 911 GT3 ഷാർക്ക്. 6 സിലിണ്ടർ വണ്ടിയാണ്. 318 km/h ഇവ കൊണ്ടുപോകും. അതിൻ്റെ അർത്ഥം പറക്കും എന്നർത്ഥം, പറക്കും. സ്പോയിലറൊക്കെ ഉണ്ടോ? ഓ, അതിൻ്റെ വീതി കണ്ടോ ടയറിൻ്റെ? 22 ഇഞ്ചാണ് ഇത്ര ഇതിൻ്റെ വീതി. ഭയങ്കര വലിയ വീതി. പോർഷെ. അകം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല, നമ്മുടെ റിഫ്ലക്ഷൻ അടിക്കും. ഇത് വന്നിട്ട് നമ്മുടെ 2016 മോഡൽ പോർഷെ പനമേര. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വണ്ടിയാണ് ഇത്. 2016 മോഡലാണ് ഇത്. നമുക്ക് ഇത് തപ്പിയാൽ ചിലപ്പോൾ ഡൽഹിയിലും കിട്ടും ഈ വണ്ടി. പോർഷെ പനമേര ഒരു 2 crore മേളിൽ വരുമായിരിക്കും ഇതിൻ്റെ വില. ഈ മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പോർഷയുടെ കയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ. ഇത് പഴയ മോഡലാണ്. ഇത് 2003 മോഡലാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതതിൻ്റെ ബോഡിയുടെ ഇന്നർ പാർട്ട് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ ഇവർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഡോറിൻ്റെ അകത്ത് എന്ത് വരും, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വർക്കാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻജിൻ V8 എൻജിനാണ്, 4.5 ലിറ്റർ. കണ്ടോ? ഓ, അതിൻ്റെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ ആ ഒരു ടാങ്ക്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണത് അവർ ഉള്ളിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഉൾഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്ന ഗിയർ. ഇത് മാനുവൽ ഗിയറിൻ്റെ സംഭവമാണ്. ഇതിനകമൊക്കെ എല്ലാം ഫുൾ ഇതിൻ്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് മുഴുവൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നോക്ക് എങ്ങനെയാണ് ഈ ഒരു കാറിനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇതിൻ്റെ എൻജിനീയറിങ് കംപ്ലീറ്റ്ലി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയുടെ. എന്താ പറയുക, ആംബുലൻസ് ടൈപ്പ് ബ്രാൻഡാണ്. ഇവന്മാർ രണ്ടും ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. അതെ, ഇത് കണ്ടില്ലേ, വോക്സ് വാഗൺ. അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് വോക്സ് വാഗൺ. ഇതൊരു ഹമ്മർ ലുക്കിൽ ഒരു വണ്ടി. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വണ്ടി. ഇത് 2021 മോഡല് ടെർബോ GT. ഇതാ കയാൻ്റെ പുതിയ മോഡൽ. 4 സീറ്റർ 2 ഡോറാണ്. ഇത് വാങ്ങാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു 2 CR നിയർ അബൌട്ട് 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഈ റിയാൽ കൊടുക്കേണ്ടി വരും. ഇലക്ട്രിക് വണ്ടിയായത്. പോർഷയുടെ പോർഷെ മക്കാൻ 2024 മോഡൽ പോർഷെ മക്കാൻ. അങ്ങനെ ഇതിൻ്റെയൊക്കെ വില പറയണ്ട, ഇറ്റ്സ് എക്സ്പെൻസീവ് ആയിരിക്കും, വെരി എക്സ്പെൻസീവ്. പോർഷെ പനാമര GTS നമ്മൾ സ്റ്റാർട്ട് ആക്കുവാണെങ്കിൽ എന്തായിരിക്കും സൗണ്ട് കേട്ടോ? പോർഷയുടെ ഡീസൽ. പോർഷെ 911 കൂപ്പയാണ് ഇപ്പോൾ ഓടിക്കുന്നത്.
ഇതേതാ GT3 935 ഇതാണ് 935ൻ്റെ സൗണ്ട്. പക്ഷേ നമ്മൾ കറങ്ങി അടിച്ചിങ്ങനെ കണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പോർഷയുടെ മ്യൂസിയത്തിൽ കൂടെ നമുക്ക് ഇതിൻ്റെ അപ്പർ വ്യൂ, നമ്മളതിൻ്റെ മേലത്തെ ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണിത്. പോർഷയുടെ കരേറ ഈ മോഡൽ, പോർഷയുടെ വേറൊരു മോഡൽ ലെഗോ ബിഗ് ബ്രിക്ക് ലെഗോ മോഡൽ. ഇതേതായിരുന്നു? 2018 മോഡലായത് ലെഗോ മോഡൽ. ഇതൊരു കളർഫുൾ വണ്ടിയാണല്ലോ. അവിടെയാണ് ഭയങ്കര ക്യൂ ആണ്. അവിടെ നമുക്ക് അത് പ്ലേ ചെയ്യാം. പിള്ളേർ ആപ്പാടെ അത് കളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക. വീഡിയോ ഗെയിം പോലെ പോർഷെ ഓടിക്കാം. ഇതാണ് പോർഷെ ടെർബോ. ഇത് പോർഷയുടെ ജനറേഷൻ 911 എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡലാണ്. പോർഷെ 911R 2016 മോഡലാണ് ഈ വണ്ടി. പോർഷയുടെ GT4 ഇത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ വണ്ടി സൗദിയിലും. ഇത് 2015 മോഡൽ, 283 കിലോമീറ്റർ, 295 km/h. പോർഷെ കെയ്മാൻ GT4 2015 മോഡൽ. ഇത് സൗദിയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ ടൈപ്പ്. ഇതെനിക്ക് തോന്നുന്നൊരു സെക്കൻഡ് ഹാൻഡ് നമുക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷം റിയാലിനൊക്കെ കിട്ടും. ഇത്തിരി മോഡലാണ് ഈ വണ്ടി. 260 km/h പറക്കുന്ന വണ്ടിയാണ് ഇവൻ. 4 സീറ്റർ, ഒരു മിനി SUV എന്ന് വേണേൽ പറയാം. ഇതേത് മോഡലാണ്? പോർഷെ 911 GT2. ഇതും പഴയ മോഡലാണ്, 2008 മോഡലാണ്. കാണുമ്പോഴേ അറിയാം. ഇതൊക്കെ നമുക്ക് സൗദിയിൽ അത്യാവശ്യം നമുക്ക് തപ്പിയാൽ കിട്ടും. ഇത് പോർഷയുടെ വേറൊരു മോഡൽ പനരോമ ടെർബോ. അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ. അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ എങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഒത്തിരി വരും പോർഷെ, അതാണൊരു വിഷയം. സീറ്റിൻ്റെ അടിയിൽ വരെയാണ് അതിൻ്റെ ആ ഒരു ഹീറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ വർക്കുകൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഗിയർ ബോക്സിൻ്റെ സൈഡിൽ കൊണ്ട് എത്രമാത്രം സ്വിച്ചസും അതും ഇതൊക്കെയാണ്. പോർഷയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഫുള്ളി ഇലക്ട്രോണിക് കാറാണ്. ഇപ്പോൾ കാലാവസ്ഥ ഒരു വലിയ ഘടകമായത്, ഓടിക്കുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം. കാര്യം ഫ്ലോർ ക്ലിയറൻസ് വളരെ കുറവായതുകൊണ്ട് ഈ സെൻസറൊക്കെ അത്യാവശ്യമുള്ള ഒരു വണ്ടി ആവുമ്പം കേരളത്തിലൊക്കെ നമുക്ക് അത്ര ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റില്ല. കാര്യം ബമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തല ഇടിക്കും. കണ്ടില്ലേ, എനിക്ക് 10 സെൻറ്റ് ഹൈറ്റേ ഉള്ളൂ നമ്മുടെ റോഡുമായിട്ട്. ഈ വണ്ടിക്കൊക്കെ ഉള്ളൊരു വിഷയം, അടിപൊളി റോഡിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ പറക്കാം. പോർഷയ്ക്ക് കിട്ടിയിരിക്കുന്ന ട്രോഫികളാണ് ഈ കാണുന്നതൊക്കെ.
സ്പോർട്സ് കാറിൻ്റെ ഒരു കോമ്പറ്റീഷൻ മോട്ടോർ സ്പോർട്ട് വിക്ടറീസാണ് പോർഷെ. 30,000-ൽ പരം വിക്ടറീസ് പോർഷെ. ഇത് 1999 മോഡലാണ്. ഫോർമുല 1 ഓടിക്കുന്ന വണ്ടി. പോർഷയുടെ വേറൊരു മോഡൽ ഇത് വന്നിട്ട് 1998 മോഡലാണ്. കൂപ്പെ മോഡലല്ലേ പോർഷെ. ഇത് വന്ന് 1998 ഇതിൻ്റെ ഒന്നും ഇത് നോക്കി, ഇതൊക്കെ തറയിൽ കൂടെ ഒഴുകി പോകണ്ട്. അപ്പം ഇതോ പോർഷയുടെ വേറൊരു മോഡൽ. ഇത് 2025 മോഡലാണ്. 2025 75 വണ്ടിയാണ്. ഇത് ന്യൂ മോഡലാണ്. കിട്ടില്ല വണ്ടി എന്ന് പറഞ്ഞാൽ കിട്ടിക്കാച്ചി വണ്ടി. ഇതിൻ്റെ വില ഇതാ ഇവിടെയുണ്ട്. ഇതിൻ്റെ വില അറ്റ്ലീസ്റ്റ് ഒരു 1 മില്യൺ. ഇത്രയായി നിയർ അബൌട്ട് 2,13,831 യൂറോ. ഈ 24 മോഡലാണ്. 8 സിലിണ്ടർ, 325 km/h സ്പീഡ്. 4 സീറ്ററാണ്. ഇതൊരു കിഡിലെ വണ്ടിയാണ്. പനമേരയാന്ന് തോന്നുന്നു. അതെ, പനമേരയുണ്ടോ, ടർബോ ഹൈബ്രിഡായത് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടി. പോർഷയുടെ ഫോർമുല 1. ഇത് മോഡൽ ഏതായിരുന്നു? മോഡൽ 1986. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഫോർമുല 1 പോലെ ഇങ്ങനെ റേസിംഗ് കാർസിൽ മാൽബ്രോയുടെ പരസ്യമൊക്കെ വെച്ച് പറക്കുന്ന. അതേ കിടക്കുന്നു ഇവിടെ. മാൻസിൻ്റെതുണ്ട്. റോത്ത് മാൻസ് എന്ന് പറഞ്ഞൊരു സിഗരറ്റ് ഉണ്ടായിരുന്നല്ലോ പോർഷെ. ഇതും പഴയ മോഡൽ 1986. പോർഷയുടെ ഈ കാർ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ 12 എയർക്രാഫ്റ്റ് എൻജിനാണ് ഇത്. പോർഷെ ഉണ്ടാക്കിയ 6 സിലിണ്ടർ. നമ്മൾ പോർഷയുടെ ഈ ഒരു പ്ലേസിൽ നമ്മൾ ഇറങ്ങുവാണ്. മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. പോർഷെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സ്റ്റുട്ട്ഗാർട്ടിലാണ്. നമ്മുടെ റാവൻസ്ബർഗിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നാൽ നമുക്ക് പോർഷെ മ്യൂസിയത്തിൽ വരാം. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് ഇതിൻ്റെ മ്യൂസിയം, മെഴ്സിഡീസ് ബെൻസിൻ്റെ മ്യൂസിയം. നമ്മൾ എസ്കലേറ്റർ തപ്പി നടക്കുക. ഈ പോർഷയുടെ ഈ ഒരു മ്യൂസിയം കാണാൻ ഒരാൾക്ക് 12 യൂറോ ടിക്കറ്റാണ്. പിന്നെ പാർക്കിംഗ് ഫീസ് വേറെ. 12 യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഹൈ പ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത്രയ്ക്കും സ്റ്റൈലായിട്ട് ഇവരിതെല്ലാം വെച്ചിരിക്കുന്നത് കാണാൻ 12 യൂറോയ്ക്ക് സാധിക്കുമല്ലോ. താഴോട്ട് പോവാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ എസ്കലേറ്ററോട്ട് വന്ന് കയറി അങ്ങ് പോവായിരുന്നു. ഇവിടെ നമ്മളിനിയിപ്പോൾ ഈ സാധനം തിരിച്ചു കൊടുക്കണം. ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഓക്കെ എന്നേ ഉള്ളൂ. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഫാക്ടറിയാണത് ആ കാണുന്നത്. ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്കിത് ആസ് എ സുവനീർ വെക്കാമെന്ന്.
വെനീർ വാങ്ങണമെന്നുണ്ടെങ്കിൽ 299 യൂറോയോ ഈ ഒരു ചെറിയ കാറിന്. നമ്മുടെ പാർക്കിംഗ് -2 ആണ്. പാർക്കിങ്ങിൽ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ നെയിം പ്ലേറ്റ് അടിക്കണം. ഇംഗ്ലീഷ് എടുക്കുക. എന്നിട്ട് ഇവിടെ പേ ചെയ്യണം. പോർഷെ കണ്ടിട്ട് തിരികെ ഇറങ്ങി നമ്മുടെ പാർക്കിങ്ങിലെത്തി പാർക്കിങ്ങിൽ കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.